അപ്പോൾ അത് തീർച്ചയായിട്ടും നടക്കണം. എന്നാൽ മാത്രമേ അവിടുത്തെ തൃശ്ശൂരിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യത്തിന് നല്ലതാകത്തുള്ളൂ. അതുപോലെ കുറേയധികം ടൂറിസ്റ്റ് തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി, പൂരങ്ങളുടെ നഗരി എന്നൊക്കെ പറയുമല്ലോ, അപ്പം പൂരം കാണാൻ വേണ്ടി വരും. അതും തീർച്ചയായിട്ടും ടൂറിസവും ഒരു എക്കണോമിക് ബോയൻസിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നടക്കണം. ഇനി അടുത്തൊരു കാര്യം, ഈ പൂരം അവിടെ അത്രയും പേരെ കാണുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ടി വിയിൽ കൂടി, നമ്മളൊരു ക്രിക്കറ്റ് ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്നെങ്കിലും നേരിട്ട് കുറച്ച് പേര് ആ സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കാണുന്നുള്ളൂ. പക്ഷേ ടി വിയിൽ കൂടി ലോകത്തെല്ലായിടത്തും ആ ക്രിക്കറ്റ് മാച്ച് മനുഷ്യർ കാണുന്നുണ്ട്. ഫുട്ബോൾ മാച്ചാണേലും സ്റ്റേഡിയത്തിൽ കുറച്ച് പേരെ കാണുന്നുള്ളൂ. പക്ഷേ ബാക്കി ടി വിയിൽ കൂടി കുറേയധികം ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ പൂരവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ആ കാണുന്ന ഈ ചലച്ചിത്രമേളവും കുടമാറ്റവും അതുപോലെ ഈ വെടിക്കെട്ടും ഒക്കെ മനുഷ്യർ ലോകമെമ്പാടും കാണുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യർ എല്ലാ വർഷവും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ആഘോഷമാണ്, ഉത്സവമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നടക്കണം. ഇനി അടുത്തൊരു കാര്യം, നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തൃശ്ശൂരിനെ പൂരങ്ങളുടെ നഗരി എന്ന് പറയുന്നു, അതുപോലെ സാംസ്കാരിക നഗരമെന്ന് നമ്മൾ പറയുന്നു, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്നും പറയുന്നു. അതിൽ ഈ പൂരത്തിൻ്റെ നടത്തിപ്പിന് ഒരു കാര്യമുണ്ട്. ഈ സാംസ്കാരിക ബാക്കി ഡാൻസോ കഥകളിയോ കലകളോ ഒന്നും അത് മാത്രമല്ല, പൂരവും ഒരു പ്രധാന ഭാഗമാണ്.